എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് മലേഷ്യൻ എയർപോർട്ടിലാണ്. ആക്ച്വലി ഇന്നലെ രാത്രി ജപ്പാനിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള യാത്രയാണ്. ഇന്നിപ്പോൾ ഇവിടെ രാത്രി ആവാറായി, പുറമെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്രയും സമയമായി, ഇതുവരെ നാട്ടിലെത്തിയിട്ടില്ല. നാട്ടിലോട്ട് പോകുന്ന വഴിയാണ്. ഇപ്പോൾ മലേഷ്യയിൽ നമുക്ക് 6.5 മണിക്കൂറാണ് ലേ ഓവർ ഉള്ളത്. ഇനിയിപ്പോൾ ഒരു 2 മണിക്കൂറും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് ഡയറക്റ്റ് കൊച്ചിയിലോട്ടാണ്. ഓക്കെ, എന്നിട്ട് അവിടുന്ന് പാരൻസിൻ്റെ കൂടെ വീട്ടിൽ പോകും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിന് മുന്നേ തന്നെ എൻ്റെ റീൽസിൽ അല്ലെങ്കിൽ എൻ്റെ ഷോർട്സിലൊക്കെ അല്ലെങ്കിൽ വീഡിയോസിലൊക്കെ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നാട്ടിൽ പോവാണ്, പിന്നെ ഒരു സ്പെഷ്യൽ ഒക്കേഷന് വേണ്ടിയാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളോട് കൂടെ ഷെയർ ചെയ്യണം. കാരണം എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങളെല്ലാവരും ഉണ്ട്. ലൈക്ക് ഓരോ കാര്യങ്ങൾക്കും നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്തിട്ടും അതുപോലെ തന്നെ നല്ല നല്ല ഉപദേശങ്ങൾ തന്നിട്ടും എല്ലാം നിങ്ങളെൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നടക്കുമ്പോൾ അത് നിങ്ങളോട് കൂടെ ഷെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഞാൻ ഇത്തവണ നാട്ടിലോട്ട് വരുന്നത് 8 മാസത്തിന് ശേഷമാണ്. ഞാൻ ആദ്യമായിട്ട് ജപ്പാനിൽ വന്നു, എന്നിട്ട് 8 മാസത്തിന് ശേഷം ലീവിന് വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ പോകുന്നത് വേറൊന്നിനുമല്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഫൈനലി ഐ എം ഗെറ്റിംഗ് മാരീഡ്. ഓക്കെ, അപ്പോൾ എല്ലാം ചടപടയെന്നായിരുന്നു. എനിക്ക് പെട്ടെന്ന് എല്ലാവരോടും പറയണം തോന്നി ഇപ്പോഴെങ്കിലും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ഏതായാലും വെറുതെ ബോറടിച്ചിരിക്കുക. അപ്പോൾ പിന്നെ ഒരു വീഡിയോ അങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം തന്നെ വീഡിയോ ചെയ്യുന്നത്. നല്ല ടയേർഡാണ്, കാരണം ഇന്നലെ രാത്രി തുടങ്ങിയതാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ടയേർഡാണ്. ബട്ട് സ്റ്റിൽ പറയണം തോന്നി. ഇനി നാട്ടിൽ പോയാലും എങ്ങനെയാണ് അവസ്ഥ എന്നറിയില്ല. കല്യാണത്തിൻ്റേതായിട്ടുള്ള പല രീതിയിലുള്ള ഒരുക്കങ്ങളും ചെയ്യാനുണ്ട്. എനിക്ക് ആക്ച്വലി 2 മാസത്തെ ലീവാണുള്ളത്. 2 മാസം എന്ന് പറയുമ്പം ഇവിടെ ജാപ്പനീസ് കമ്പനീസിലൊന്നും അങ്ങനെ കംപ്ലീറ്റ്ലി പണിയൊന്നും ഇല്ലാണ്ട് നമുക്ക് ഇരിക്കാനൊന്നും പറ്റില്ല. മിക്ക കമ്പനീസിലും എനിക്കിപ്പോൾ ഉള്ളത് റിമോട്ട് വർക്കാണ്. അതായത് നാട്ടിൽ വന്നു കഴിഞ്ഞാലും റിമോട്ടായിട്ട് ഞാൻ കമ്പനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ 1 മന്ത് നാട്ടിലും 1 മന്ത് എൻ്റെ പ്രതിശ്രുത വരൻ അങ്ങനെയല്ലേ പറയാം. അപ്പോൾ ആളുടെ കൂടെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആൾ വർക്ക് ചെയ്യുന്നത് ടോക്കിയോയിലാണ്. ഞാൻ സ്റ്റേ ചെയ്യുന്നത് ജപ്പാനിലെ യൊനാഗോയിലാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അവിടുന്ന് ഏകദേശം 1 hour ഫ്ലൈറ്റ് ഡിസ്റ്റൻസ് ഉണ്ട് ടോക്കിയോയിലോട്ട്. അപ്പോൾ ആൾ വർക്ക് ചെയ്യുന്നത് അവിടെയാണ്. അവിടെ ഒരു കമ്പനിയിൽ ലീഡ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ആളുടെ കൂടെ ആയിരിക്കും ഒരു 1 മന്ത് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ലീവ് സ്പ്ലിറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇപ്പം നാട്ടിൽ പോകുന്നതുകൊണ്ട് തന്നെ, എസ്പെഷ്യലി മാരേജ് ആവുന്നതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കുകളുണ്ട്. അതുകൊണ്ട് എന്താ പറയുക, ഇനി എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു സമയം കിട്ടിയപ്പോൾ ഞാൻ പറയാൻ വന്നത്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, എല്ലാ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെയും എല്ലാ എൻ്റെ വെൽവിഷേഴ്സിനെയും കല്യാണത്തിന് ക്ഷണിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട്, എല്ലാവർക്കും അറിയാമല്ലോ ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാം വേണം, ആശംസകളും ഒക്കെ വേണം. ഓക്കെ, അപ്പോൾ എൻ്റെ ജേണിയിൽ, എൻ്റെ ലൈഫിൽ ഇപ്പം നിങ്ങളും എൻ്റെ ഒരു ഫാമിലിയാണ്. അതായത് പല രീതിയിൽ നിങ്ങൾ തരുന്ന ഓരോ കമൻസൊക്കെ ചിലപ്പോൾ വായിക്കുമ്പോഴൊക്കെ എനിക്ക് ആ ഒരു ദിവസം തന്നെ ഭയങ്കര എനർജറ്റിക് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അതെന്നെ സഹായിക്കാറുണ്ട്. കാരണം അത്രയും സ്നേഹത്തോടെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട്, സപ്പോർട്ട് ചെയ്യാറുണ്ട്, മെസ്സേജസ് അയക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് നിങ്ങളോട് പറയാണ്, എന്തായാലും തുടർന്നുള്ള ഞങ്ങളുടെ ജീവിതത്തിലും ഈ ഒരു സപ്പോർട്ടും സ്നേഹമൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണം. അപ്പോൾ ഇതാണ് ഒരു ലൈഫ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ പെട്ടെന്ന് ഇടാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ എന്തായാലും കല്യാണത്തിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പറ്റുന്നതൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ.